സിനിമാ ഇൻഡസ്ട്രിയിൽ ഇന്ന് ഏറ്റവും താരമൂല്യമുള്ള നടനാണ് യശ്. സിനിമാ മേഖലയിലെ ശക്തമായ വേഷങ്ങളിലൂടെയാണ് താരം ഇന്ന് ഇന്ത്യയിലുടനീളം അറിയപ്പെടുന്നത്. എന്നാൽ ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടാണ് നടൻ തന്റെ കരിയർ ആരംഭിച്ചതെന്നും പിന്നീട് ഒരു പാൻ ഇന്ത്യൻ താരമായി മാറി ഇന്നത്തെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായി മാറുകയായിരുന്നുവെന്നും പലർക്കും അറിയില്ല. സൂപ്പർ സ്റ്റാർ പദവി ആസ്വദിക്കാനുള്ള അദ്ദേഹത്തിന്റെ പാത ഒട്ടും എളുപ്പമായിരുന്നില്ല. 1986 ജനുവരി 8-നാണ് നവീൻ കുമാർ ഗൌഡ എന്ന യഷിന്റെ ജനനം. അച്ഛൻ അരുൺ കുമാർ കർണാടക റോഡ്വേസിലും ബാംഗ്ലൂർ മെട്രോ റോഡ്വേസിലും ബസ് ഡ്രൈവറായി ജോലി ചെയ്തു പോന്ന ഒരു ലളിതമായ കുടുംബത്തിലാണ് യശ് വളർന്നു വന്നത്. വളരെ ചെറുപ്പം മുതലേ യഷിന് അഭിനയത്തോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. നാടകരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ നടൻ പതുക്കെ ടെലിവിഷനിലേക്ക് ചുവടുമാറി. മലബില്ലു, പ്രീതിയില്ലാടെ മേലെ തുടങ്ങിയ ഷോകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ഷോകളിലൂടെ താരത്തിന് അഭിനയവുമായി ബന്ധപ്പെട്ട് അനുഭവം നേടാനും കുറച്ച് പണം സമ്പാദിക്കാനും സാധിച്ചു. തന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പ്രശസ്തിക്കും മുൻപ് 16-ാം വയസ്സിൽ പോക്കറ്റിൽ വെറും 300 രൂപയുമായിട്ടാണ് യശ് ബംഗളൂരുവിൽ എത്തിയതെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ബംഗളൂരുവിൽ ആദ്യമായി വന്നപ്പോഴുള്ള പ്രയാസകരമായ സമയത്തെക്കുറിച്ചും അഭിമുഖത്തിൽ നടൻ പങ്കുവച്ചു. അഭിനയം എന്ന തന്റെ സ്വപ്നത്തെ പിന്തുടരാൻ വേണ്ടിയാണ് താൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയതെന്നും നടൻ പറയുകയുണ്ടായി. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത KGF ചാപ്റ്റർ 1, KGF ചാപ്റ്റർ 2 എന്നീ ചിത്രങ്ങൾക്ക് ശേഷം യഷിന്റെ ജീവിതം മാറി മറിയുകയായിരുന്നു. ആദ്യ ചിത്രം ലോകമെമ്പാടുമായി ഏകദേശം 238 കോടി രൂപ നേടിയപ്പോൾ രണ്ടാമത്തെ ചിത്രം ആഗോളതലത്തിൽ 1200 കോടി രൂപ കടന്നു. ഇപ്പോൾ യഷിന്റേതായി 2 വലിയ സിനിമകളാണ് വരാനിരിക്കുന്നത്. ഒന്ന് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ്, മറ്റൊന്ന് നിതീഷ് തിവാരി സംവിധാനം ചെയ്ത രാമായണ. രൺബീർ കപൂർ, സായ് പല്ലവി എന്നിവർക്കൊപ്പമാണ് യശ് രാമായണയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൽ രാവണനായിട്ടാണ് നടൻ എത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ KGF 3 ഒരുങ്ങുന്നുണ്ടെന്നും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. മാർച്ച് 19-ന് ബിഗ് സ്ക്രീനുകളിൽ എത്താനിരുന്ന ടോക്സിക് ഇറാൻ-ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന അനിശ്ചിതത്വയും പരിഗണിച്ച് റിലീസ് ജൂൺ 4-ലേക്ക് നിർമ്മാതാക്കൾ മാറ്റുകയായിരുന്നു. KGF ഫ്രാഞ്ചൈസിയുടെ വൻ വിജയത്തിന് ശേഷം പീരിയഡ് ഗാങ്സ്റ്റർ ഡ്രാമയായ ടോക്സിക്കിലൂടെ യശ് സ്ക്രീനുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആരാധകരും ഏറെ പ്രതീക്ഷയിലാണ്. ഗീതു മോഹൻദാസ് ഒരുക്കി യശ് നായകനായി എത്തുന്ന ടോക്സിക് പറയുന്ന കഥയ്ക്ക് ആഗോള സ്വഭാവമുള്ളതിനാൽ ഇതൊരു പാൻ വേൾഡ് സിനിമയായാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അതിനാൽ കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിച്ചതായാണ് റിപ്പോർട്ട്. ചിത്രത്തിൽ യശ് ഇരട്ട വേഷത്തിലാണ് എത്തുന്നതെന്ന സൂചനയും ടീസർ നൽകുന്നുണ്ട്. പക്ക ഹോളിവുഡ് സിനിമയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിഷ്വലുകളാണ് സിനിമയിലുള്ളതെന്ന സൂചനയാണ് ടീസർ നൽകിയത്. സിനിമയിലെ 5 നായികമാരുടെയും പോസ്റ്ററുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നയൻതാര, രുക്മിണി വസന്ത്, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, താര സുതാര്യ തുടങ്ങിയ താരനിരയാണ് ടോക്സിക്കിൽ അഭിനയിക്കുന്നത്. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട് K നാരായണയും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് ടോക്സിക് നിർമ്മിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് വിവരം.